വേടന്റെ ഇന്റർവ്യൂകൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഉയർത്തപ്പെട്ട അധകൃതന്റെ ശബ്ദമായിരുന്നു വേടനെന്ന്. വേദികളിൽ തലമുറകൾ ഏറ്റുവാങ്ങിയ ലഹരിയായിരുന്നു വേടന്റെ പാട്ടുകൾ. വേടന്റെ സന്ദേശങ്ങളൊക്കെ ലഹരിക്കെതിരായിരുന്നു. വേടൻ ഇല്ലാതാകുമ്പോൾ ആർക്കാണ് ഗുണം? ഒരു തലമുറയ്ക്ക് തന്നെ ആരും പറഞ്ഞു കൊടുക്കാത്ത അടിസ്ഥാന നിയമവിദ്യാഭ്യാസം, ആ അവബോധം അതാരാണ് ഉണ്ടാക്കേണ്ടത്? വേടനെ ഇല്ലാതാക്കാം. മറുവശത്ത് പുതുതലമുറയ്ക്ക് നൽകാൻ പോകുന്ന സന്ദേശം എന്താണ്? നേരറിവിൻ്റെ സന്ദേശവാഹകനാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് വേടൻ. വേടന് സമൂഹത്തിൽ പുതുതലമുറയിൽ അത്രമേൽ സ്വാധീനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നിയമാവബോധം ഉണ്ടാകേണ്ടതല്ലേ? ജനമൈത്രി പോലീസ് സ്റ്റേഷൻ വന്നതുപോലെ എക്സൈസും ഫോറസ്റ്റും ഒക്കെ ഇറങ്ങണം, ജനങ്ങളിലേക്ക് അവബോധമുണ്ടാക്കണം. ഞങ്ങളുടെ നിയമങ്ങൾ ഇന്നതൊക്കെയാണ്, നിങ്ങളിതൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ജനങ്ങളോട് പറയണം ആദ്യം. കാരണം കേമന്മാരെന്ന് നടിക്കുന്നവർ പോലും ഭൂരിഭാഗം ആൾക്കാരും ഇതൊന്നും അറിയില്ലാത്തവരാണ് എന്നതല്ലേ വാസ്തവം. ആ വാസ്തവത്തെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാനാകുമോ? സംഗീതത്തിൽ മാസ്മരികത തീർക്കാൻ കെൽപ്പുള്ള, ഇത്രയും കഴിവുള്ള ഒരു കലാകാരനെ നശിപ്പിച്ച് നാമാവശേഷമാക്കാൻ എങ്ങനെ സാധിക്കും? നിയമം പാലിക്കപ്പെടേണ്ടതാണ്. അത് അവസാനം മാത്രം ഇറങ്ങിത്തിരിച്ച് ഇതുപോലുള്ള നാടകീയ രംഗങ്ങളിലൂടെ തകർത്ത് തരിപ്പണമാക്കേണ്ടതാണോ? അതോ ജനങ്ങളിലേക്ക് ആ വിദ്യാഭ്യാസം എത്തിച്ചുകൊണ്ട് ജനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കേണ്ടതാണോ? സംവിധാനങ്ങളെ നിങ്ങൾ ആലോചിക്കണം. ചെയ്യുന്നത് ശരിയോ തെറ്റോ